അഭിമുഖം. ആകാശവാണി കവരത്തിയുടെ അഭിമുഖം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആകാശവാണി കവരത്തിയുടെ അഭിമുഖം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി HDFC ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജറായ ആലപ്പുഴ സ്വദേശി മഹേഷ് ജി പണിക്കർ ബാങ്കിംഗ് മേഖല എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നമസ്കാരം സർ. ഇന്ന് പല മേഖലകളിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അതേപോലെ നമ്മൾ ഈ ബാങ്കിംഗ് മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, അതിനെക്കുറിച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായും. ബാങ്കിംഗ് മേഖലയിൽ മുഖ്യധാരയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിജിറ്റലൈസ്ഡ് ബാങ്കിങ് എന്ന ഒരു ശ്രേണിയിലേക്കാണ് ബാങ്കിങ് എല്ലാ ബാങ്കുകളും, പ്രൈവറ്റ് ആയിക്കോട്ടെ പബ്ലിക് സെക്ടർ ബാങ്ക് ആയിക്കോട്ടെ, എല്ലാം ഒരു ഡിജിറ്റലൈസേഷൻ എന്ന യുഗത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അത് വെറും ഒരു പണമിടപാട് കേന്ദ്രം എന്നതിലുപരി ഉപഭോക്താക്കൾക്ക് മികച്ച അനുഭവം നൽകുന്ന ഒരു ഇടമായിട്ടാണ് മാറിയിരിക്കുന്നത്. അതായത് എല്ലാവരും ഡിജിറ്റലി ഇനേബിൾ ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇപ്പം ആധുനിക ബാങ്കിങ്ങിൽ മുൻധാരയിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള സേവനങ്ങൾ, തൽക്ഷണ ബാങ്കിങ്, അതായത് ഇൻസ്റ്റന്റ് ബാങ്കിങ് എന്നിവയാണ് പ്രധാനമായ മാറ്റങ്ങൾ. ഇപ്പോൾ സാറ് ഡിജിറ്റൽ ബാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലേ, അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അതിൽ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ? ഡിജിറ്റൽ ബാങ്കിങ് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നിലുള്ള ബാങ്കിങ് വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ട് നമുക്കൊരു ക്യാഷ് വിഡ്രോ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ബ്രാഞ്ചാണോ ഏത് ബാങ്കാണോ ആ ബാങ്കുകളിൽ പോയിട്ട് വരിയായിട്ട് ക്യൂ നിന്ന് എടുക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം അത് മാറി. ഇപ്പം നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാൽ ATM ഉണ്ട്. എവിടെ ഇപ്പോൾ സിറ്റീസ് ആണെങ്കിലും ഇപ്പോൾ കവരത്തി പോലുള്ള സ്ഥലത്താണെങ്കിൽ തന്നെ 6-7 ATM സെൻറ്ററുകളുണ്ട്. അപ്പം നമ്മൾക്ക് ആ ഒരു സമയലാഭം എന്നതിലുപരി നമുക്ക് കൺവീനിയൻ്റ് ആണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ചെന്ന് ബാങ്ക് ഉള്ള പോലെ തന്നെ ATMയിൽ പോയിട്ട് ആവശ്യത്തിന് പണം എടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകൾ ഇപ്പം വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്കിൽ പോകാണ്ട് തന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്കിപ്പം ഒരു വലിയ എമൗണ്ട് ഇപ്പം ഒരു പരിചയക്കാരനോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്കോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടാണെങ്കിലും നമുക്കിപ്പം നമ്മുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ എല്ലാ ബാങ്കുകൾക്കും ഉണ്ട്. അതുവഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ആ ഒരു കൺവീനിയൻറ്റ് ഫാക്ടറാണ് ഇപ്പം ഈ ഒരു ഡിജിറ്റൽ യുഗമാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ബാങ്കുകളിൽ പോകാനുള്ള ഒരു ആവശ്യകത എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. എല്ലാം നമ്മുടെ മൊബൈലിൽ വിരൽത്തുമ്പിൽ നമുക്ക് ചെയ്യാം. അതുപോലെ UPI ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ സാറ് ഡിജിറ്റൽ ബാങ്കിങ്ങിൻ്റെ കുറേ നേട്ടങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ, പക്ഷേ എന്നാലും ഇന്ന് ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടല്ലോ. ഈ തട്ടിപ്പുകളിൽ നിന്നും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും? തട്ടിപ്പ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യധാരയിൽ തട്ടിപ്പെന്ന് പറയുന്നത് നമ്മളായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഈ തട്ടിപ്പുകൾ പൂർണ്ണമായിട്ട് നടക്കുന്നത്. ആക്ച്വലി ഒരു ബാങ്കും അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെ സ്റ്റാഫോ ഒരു കസ്റ്റമറെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഹോൾഡറെ വിളിച്ചിട്ട് അവരുടെ രഹസ്യ വിവരങ്ങൾ, അതായത് OTP, പിൻ നമ്പർ അതുപോലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചോദിക്കില്ല. ബാങ്ക് അങ്ങനെ ചോദിക്കില്ല. അത് നമ്മളെ തട്ടിപ്പിന് വേണ്ടിയിട്ട് വിളിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ബാങ്കിനെ വിളിക്കുക അല്ലെങ്കിൽ ബാങ്കിൻ്റെ റിലേഷൻഷിപ്പ് മാനേജറെ വിളിക്കുക എന്ന് പറയുക. ആരെന്ത് ചോദിച്ചു കഴിഞ്ഞാലും പേഴ്സണൽ ഇൻഫർമേഷൻ, പിൻ നമ്പർ, OTP എന്ന ആർക്കും ഷെയർ ചെയ്യാണ്ടിരിക്കുക. അത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷനാണ്. അത് നിങ്ങളുടെ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണത്. അപ്പോൾ അത് ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പ്രിലിമിനറി സ്റ്റെപ്സ്. പിന്നെ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് ബേസിക് ഡിഫൻസ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചോദിച്ചാൽ കൊടുക്കണം. നമ്മൾ OTP കൊടുക്കാണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പിൻ നമ്പർ ഷെയർ ചെയ്യാണ്ടോ ആർക്കും ഒരു തട്ടിപ്പ് നടത്താൻ പറ്റില്ല. ഒരു 80% തട്ടിപ്പ് അങ്ങനെയാണ് ഉണ്ടാവും. പിന്നെ വരുന്നത് വെച്ചാൽ നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന ലിങ്ക്, നമുക്ക് പരിചയമില്ലാത്ത ലിങ്കുകൾ, നമുക്ക് ആവശ്യമില്ലാത്ത എന്താ പറയുക ലിങ്കുകൾ, അതിലൊന്നും ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക. എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടോ സംശയകരമായിട്ട് തോന്നുവാണെങ്കിൽ അവിടെ നിർത്തുക, അത് ഡിലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ബാങ്കിൽ പരിചയമുള്ള ആരെങ്കിലോടോ ബാങ്ക് മാനേജറോടോ റിലേഷൻഷിപ്പ് മാനേജറോടോ ആരോടെങ്കിലും ചോദിച്ച് അതിൻ്റെ വസ്തുത മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ ലിങ്ക് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. അതാണ് വേറെ ഒരു ഇത് ചെയ്യാനുള്ളത്. ബേസിക്കായിട്ട് അതെ, ആക്ച്വലി നമ്മൾ തന്നെയാണ്. നമുക്കിപ്പോൾ ഞാൻ പറയട്ടെ, നമുക്ക് എവിടെയെങ്കിലും ഫ്രീ ലഞ്ച് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഈ ദുനിയാവിലില്ല ആക്ച്വലി. അപ്പം നമ്മളിത് പറയും ഫ്രീ ഓഫർ, ബൈ 1 get 1 ഫ്രീ. അതുപോലെ അത് കാണുമ്പോൾ നമുക്കൊരു ടെംപ്റ്റേഷൻ ആണ്. അതായത് 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപയുടെ സാധനം കിട്ടുക. അങ്ങനെ ഒരു പ്രൊവോക്കേഷനാണ് ആ മെസ്സേജ്. നമ്മളെ ആ ക്ലിക്ക് ചെയ്യാൻ പ്രോംപ്റ്റ് ചെയ്യുന്ന പോലത്തെ ആയിരിക്കും നമുക്ക് വരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു ആങ്സൈറ്റി എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി കാരണം നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും തന്നെ അതിൻ്റെ അകത്ത് കുറേ ഫയൽസ് ഉണ്ട്. അതൊക്കെ ടെക്നിക്കൽ ജാർഗൺസ് ആണ്. .apk പോലത്തുള്ള എക്സ്റ്റൻഷൻ ഫയൽസ് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ
കാര്യങ്ങൾ അവർക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഒരു ക്ലോണിങ് പോലെയാണ്. ഫോട്ടോ കോപ്പി വേറൊരാളുടെ കയ്യിലിരിക്കുന്ന പോലെ നമ്മുടെ OTP വന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. നമ്മളുടെ രഹസ്യ വിവരങ്ങൾ, നമ്മളുടെ എന്തൊക്കെ ഇൻഫർമേഷൻ ഈ മൊബൈലിലുണ്ടോ അതെല്ലാം ആ .apk ഫയൽ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റും. അപ്പം അത് നമ്മൾ വഴിവെച്ച് കൊടുക്കുന്നതാണ്. അവർക്ക് നമ്മുടെ മൊബൈൽ മേടിച്ച് വന്ന് ചെയ്തിട്ടില്ല, അവരൊരു ലിങ്ക് അയച്ചു തന്നു, അപ്പം നമ്മൾ ആ .apk ക്ലിക്ക് ചെയ്തു, മൊബൈലിൽ ഇൻസ്റ്റാൾഡ് ആയി. അത് നമ്മൾ ചെയ്തതാണ്. അതേപോലെ തന്നെ നമ്മുടെ ATM നിന്ന് പൈസ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ വഴി അവരെന്തെങ്കിലും ഫ്രോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ OTP ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഫ്രോഡ് കോൾസ് ഒക്കെ വരുന്നില്ല, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടായിരിക്കില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഫ്രോഡ് കോൾസ് വരും. നമുക്ക് മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് തന്നെ 4-5 സിമ്മുള്ള കാര്യങ്ങളാണ്. അതേപോലെ എന്താ പറയുക, അത് നമ്മുടെ കൺട്രോളുകളില്ല. പക്ഷേ ഇപ്പം IRDയും ബാങ്കുകളും RBI എല്ലാം കൂടെ ചേർന്നിട്ട് ചെയ്തിട്ടുള്ള സിസ്റ്റം എന്ന് വെച്ചാൽ ബാങ്കിൽ നിന്ന് വരുന്ന കോളുകളെല്ലാം 1600 എന്ന് പറഞ്ഞ നമ്പർ നിന്നായിരിക്കും വരുന്നുണ്ടാവുക. 1600 എന്ന് പറഞ്ഞാൽ 100% നമുക്ക് ഉറപ്പിക്കാം അതൊരു ബാങ്കിൻ്റെ കോളാണ്, ജെന്യൂൻ ആയിട്ടുള്ള കോളാണ്. അപ്പം ഈ 1600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ ബാങ്കുകൾക്കും, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബാങ്കുകൾക്കും 1600 എന്ന് പറഞ്ഞ നമ്പറാണ് ഫസ്റ്റ് വരിക. അത് കഴിഞ്ഞിട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫോളോയിങ് നമ്പേഴ്സ് ഉണ്ടാവും. 1600 എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് ജെന്യൂൻ ആണെന്നുള്ളത് 100% വിശ്വസിക്കാം. അതിപ്പോൾ RBI ആണെങ്കിലും നമുക്ക് പേപ്പർ വഴിയാണെങ്കിലും ന്യൂസ് മീഡിയാസ് വഴിയായിട്ടെല്ലാം നമുക്ക് ഇങ്ങനെ ഈ 1600 കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊരു കാര്യം, അതൊരു ഡിഫെൻസീവ് മെക്കാനിസമാണ്. ബാങ്ക് വിളിക്കുകയാണെങ്കിൽ 1600 എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ. എനിക്ക് എൻ്റെ പേഴ്സണൽ മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു കസ്റ്റമറെ വിളിക്കാൻ പാടില്ല. അതാണ് ഇപ്പോഴത്തെ അതായത് ഒരു ഡിഫെൻസീവ് സിസ്റ്റം പോലെ അത് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അതായത് ഫ്രോഡ്സ്റ്റർക്ക് ഇപ്പോൾ ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് പറയാം. അതുപോലെ മുന്നേ ബാങ്കുകളും അങ്ങനെയാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഇനി മുതൽ 1600 എന്ന് പറഞ്ഞ നമ്പേഴ്സിൽ നിന്ന് മാത്രമേ ബാങ്കേഴ്സ് കസ്റ്റമേഴ്സിനെ വിളിക്കുള്ളൂ. വേറൊരു ചേഞ്ച് ആണ്. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ആ 1600 അവർക്ക് എന്താ പറയുക, ഹാക്ക് ചെയ്തിട്ട് കയറാനോ അങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷൻ പിന്നീട് കണ്ടുപിടിച്ച് വന്നാലേ ഉള്ളൂ. ആ സോഫ്റ്റ് 1600 എന്ന് പറയുന്നത് ജെന്യൂൻ ആയിട്ടുള്ള ബാങ്കിൻ്റെ നമ്പറാണ്. അപ്പം അതിൽ നിന്ന് വരുന്ന കോളുകൾ ശ്രദ്ധിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതിൽ ആരും വിളിച്ച് OTP ചോദിക്കുകയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനോ ഒന്നും പറയില്ല. സാർ, ഈ സേവിങ്സ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിനെക്കുറിച്ച് ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്. സേവിങ്സ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടിലെ ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോർമൽ ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് നമുക്ക് സേവ് ചെയ്യാം. നമ്മുടെ സാലറി വരുന്ന ഫണ്ട് എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ സാലറി വരുന്ന അക്കൗണ്ട് ആയിക്കോട്ടെ, അതിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ബാങ്ക് തരും. അതാണ് സേവിങ്സ് അക്കൗണ്ട്. നമ്മുടെ ഫണ്ട് കീപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു മുഖ്യധാരയുള്ള ഒരു അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് മെയിനായിട്ട് ബിസിനസ് ആൾക്കാർക്ക്, വലുതും ചെറുതുമായ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഏണിംഗ് അല്ല. കറണ്ട് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് കിട്ടില്ല. സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു അക്കൗണ്ടാണ്. ബാങ്ക് ഇൻട്രസ്റ്റ് തരും. അതിൽ കിടക്കുന്ന ഫണ്ടിനായിക്കോട്ടെ, അതിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാലും സേവിങ്സ് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് കിട്ടും. കറണ്ട് അക്കൗണ്ട് നേരെ മറിച്ചെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ടാണ്. ഇൻട്രസ്റ്റ് ബാങ്ക് കസ്റ്റമർക്ക് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടിൽ നമുക്ക് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് സേവിങ്സ് അക്കൗണ്ടിൽ. കറണ്ട് അക്കൗണ്ടിന് അങ്ങനെ ട്രാൻസാക്ഷൻ ലിമിറ്റ്സ് ഒന്നുമില്ല. ഇപ്പോൾ ഡെയിലി ക്യാഷ് ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ, വിഡ്രോവൽ ആയിക്കോട്ടെ, അതിനങ്ങനെ പരിധികളില്ല കറണ്ട് അക്കൗണ്ടിന്. അതാണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സേവിങ്സിന് വേണ്ടിയിട്ടാണ്. അത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് SB. അതേപോലെ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക്, ചെറുതും വലുതുമായ ബിസിനസ് ആവശ്യങ്ങൾക്കുള്ളതാണ് കറണ്ട് അക്കൗണ്ട്. സാർ, ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, സേവിങ്സിനെ കുറിച്ചും കറണ്ട് അക്കൗണ്ടിനെ കുറിച്ചും. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫിക്സഡ് ഡെപ്പോസിറ്റ് കഴിഞ്ഞാൽ പണ്ടേ മുതലേ എല്ലാ ബാങ്കുകളും ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ബാങ്കുകൾക്ക് മാത്രമല്ല, ബാങ്ക് ഇതര സ്ഥാപനങ്ങൾക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായ ഒരു സമ്പാദ്യശീലത്തിന് ഭാഗമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം 1 ലക്ഷം രൂപ ഇട്ടു, ഒരു വർഷത്തേക്ക് ഇട്ടു. അപ്പം 1 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് ഇട്ട് ആ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് എത്ര രൂപ കിട്ടും എന്ന് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ റെസിപ്റ്റിൽ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഇഫ് ബട്ട് ഒന്നുമില്ല, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ കിട്ടില്ല, അങ്ങനത്തെ ഒന്നുമില്ല. 1 ലക്ഷം രൂപ ഇട്ടു, ഒരു വർഷത്തേക്ക് ഇട്ടു, ഒരു വർഷം കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും. അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതിൽ നമുക്ക് ഫ്ലക്ച്വേഷൻസ് ഒന്നുമില്ല. അതൊരു ഗ്യാരണ്ടീഡ് ഇതാണ്. അത് ഒരു ട്രഡീഷണൽ, അത് പണ്ട് മുതലേ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു എന്താ പറയുക സമ്പാദ്യ പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം. ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ, റെക്കറിംഗ് ഡെപ്പോസിറ്റ് വെച്ചാൽ മന്ത്ലി നമ്മൾക്ക് ഒരു നിശ്ചിത എമൗണ്ട് സേവ് ചെയ്യുന്ന പോലത്തെ ഇതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് അതുപോലെ തന്നെ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു സേവിങ്സ്, അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതിൽ നമുക്ക് ഡൗട്ട്സോ അല്ലെങ്കിൽ കൺസേൺസ് ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഒരു ഇത്ര രൂപ ഇട്ടാൽ ഇത്ര നാൾ കഴിഞ്ഞ് ഇത്ര രൂപ കിട്ടും. അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതിന് ഇൻട്രസ്റ്റ് എങ്ങനെയായിരിക്കും? അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾക്ക് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ സിറ്റിസൻസിനാണെങ്കിൽ ഒരു 7% ഒക്കെയാണ് ഏറ്റവും ബെസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. RBI എന്തെങ്കിലും റിപ്പോ റേറ്റിലോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തുമ്പോഴത്തേക്കും ബാങ്കിൻ്റെതായ രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരാം.
അപ്പം ആസ് ഓഫ് നൗ ഇപ്പം നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 7 ദിവസം മുതൽ നമുക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 7 ദിവസം മുതൽ 10 വർഷം വരെ നമുക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടാം. പലതിനും പല റേറ്റാണ്. ഓരോ നമ്മൾ എത്ര ദിവസത്തേക്ക് ഇടുന്നു, എത്ര നാളത്തേക്ക് ഇടുന്നു അതനുസരിച്ചിരിക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ. ഈ സാധാരണയായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് യുവാക്കൾ സമ്പാദ്യശീലം വളർത്തണം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? യുവജനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് സിനാറിയോയിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയും. പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പം ഒരു 1000 രൂപയുടെ SIP 21ാമത്തെ വയസ്സ് ജോലി കിട്ടിയെന്ന് വിചാരിക്കുക ഒരാൾക്ക്. 21ാമത്തെ വയസ്സ് മുതൽ 60ാമത്തെ വയസ്സ് വരെ ഒരാൾ ഒരു 1000 രൂപ വെച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര വർഷം ഉണ്ടാവും? 40 ഇയേഴ്സോളം ഒരു 1000 രൂപ മാസം വെച്ചിട്ട് പറയാം. 1000 രൂപ എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൻ്റെ പല സ്റ്റേജ് ആകുമ്പോഴത്തേക്കും സാലറി കൂടും, അവരുടെ പ്രൊഫൈൽ മാറും, അതനുസരിച്ച് അവർക്ക് കൂട്ടാം. ഞാൻ പറയുന്ന ഈ വെറും ഒരു 1000 രൂപ മാസം വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ ഒരു 60ാമത്തെ വയസ്സാകുമ്പോഴത്തേക്കും ഒരു നല്ല കോർപ്പസ് ആയി മാറും. അത് ഒരു ക്രോസ്, ഒരു കോടികളിൽ എത്തിപ്പെടും. അതിനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്നാണ്. അതായത് നമ്മൾ 1000 രൂപ വെച്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പം അത് 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അടുത്ത മാസം 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതിൻ്റെ അടുത്ത മാസം 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് ആ കോമ്പൗണ്ടിങ് എഫക്റ്റ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുമ്പോഴാണ്. അതാണ് യങ്സ്റ്റേഴ്സ് എപ്പോഴും ആ ഒരു കോമ്പൗണ്ടിങ് അഡ്വാൻറ്റേജ്. എല്ലാവരും വിചാരിക്കും 1000 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യാനാണെന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റെ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ വളരെ സത്യം പറഞ്ഞാൽ ഭീകരം എന്ന് പറയേണ്ടി വരും. ഭീകരമായൊരു കോർപ്പസ് ആയിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ജോലി കിട്ടിയ ഉടനെ തന്നെ എത്രയാണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്? 500 എങ്കിൽ 500, ഈവൻ 250 ആയെങ്കിൽ 250 എന്ന രീതിയിൽ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം പിന്നെ ജോലി ശമ്പളം മാറുന്നതനുസരിച്ചിട്ട് അതിങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ 60ാമത്തെ വയസ്സിലാകുമ്പോഴും നമ്മൾ എങ്ങനെയാണോ വർക്ക് ചെയ്യുമ്പോൾ ജീവിച്ചുകൊണ്ടിരുന്നത് അതേ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് ആ ലൈഫ് സ്റ്റൈൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. അപ്പം യങ്സ്റ്റേഴ്സ് എപ്പോഴും ജോലി കിട്ടി തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയ രീതിയിലാണെങ്കിലും ഒരു സേവിങ്സ് ഹാബിറ്റ് തുടങ്ങി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഈ ലോൺ എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ലോൺ എടുക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇഷ്ടമാതിരി ബാങ്കുകളുണ്ട്. ഇപ്പോൾ ബാങ്കുകൾ മാത്രമല്ല, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ട്, NBFCs ഉണ്ട്, അതേപോലെ എന്താ പറയുക ഡിജിറ്റൽ ലോൺ എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ കുറേ ലോണിൻ്റെ സർവീസസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലോൺ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് ആവശ്യമുണ്ടോ എന്നുള്ളത് തന്നെയാണ്. ഫസ്റ്റ് നമുക്ക് ആ ഒരു നെസസിറ്റി ആ നീഡ് നമുക്ക് ഉണ്ടോ എന്നുള്ള കാര്യം മൾട്ടിപ്പിൾ ടൈംസ് ആലോചിക്കണം. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപേയ്മെൻറ്റ്, നമുക്കത് തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. അപ്പം ഈ 2 ഫാക്ടറാണ് മെയിനായിട്ട് ഒരു ലോൺ നമ്മൾ എടുക്കണോ വേണ്ടിയോ എന്ന് നമ്മളായിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് നമുക്കത് ആവശ്യമുണ്ടോ എന്നുള്ളത്, രണ്ടാമത്തെ കാര്യം നമുക്കത് തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. ഈ 2 ബേസിക് കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരും. ലോൺ തരാനാണ് ബാങ്കുകൾ ഇരിക്കുന്നത്. ബാങ്കായാലും ശരി, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ, NBFC എല്ലാം ലോൺ തരാൻ, ലോണിലാണ് ഈ സ്ഥാപനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ലോൺ നമുക്ക് തരുന്നു എന്ന് വെച്ചിട്ട് നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ആ നെസസിറ്റി എന്താ പറയുക അത് ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ്, ആ ലോണിൻ്റെ മാസ അടവ്, അതെല്ലാം നമുക്ക് ഫീസിബിൾ ആണോ എന്ന് തീരുമാനിച്ചതിന് ശേഷം മാത്രം ലോൺ എടുക്കുക. അതിൽ ലോൺ ഇല്ലാണ്ട് നമുക്ക് എന്താ പറയുക നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ നോക്കുക. കാരണം ലോൺ എന്ന് പറയുമ്പോഴത്തേക്കും ലോണിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമല്ല, നമുക്കിപ്പം ലോൺ കിട്ടുമ്പോൾ സന്തോഷമാണ്, തിരിച്ചടയ്ക്കുമ്പോഴാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ അതിനകത്ത് നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കണം, റീപേയ്മെൻറ്റ് ടെന്യൂർ നോക്കണം, അതായത് എത്ര നാളത്തേക്കാണ് അത് തിരിച്ചടയ്ക്കേണ്ടത് എന്നുള്ളത് നോക്കണം, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കണം, പ്രോസസ്സിങ് ഫീസ് നോക്കണം. ഇതിപ്പം നമുക്ക് പ്രീ ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമുക്കിപ്പം ലോണിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് ക്ലോസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ലോൺ ഇടയ്ക്ക് വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജസ് എങ്ങനെയാണ്, ഇങ്ങനത്തെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ എടുക്കുമ്പോഴത്തേക്കും എപ്പോഴും വിശ്വസനീയമായ ബാങ്കുകൾ വഴി മാത്രം ലോൺ എടുക്കുക. ഈ പറയുന്ന പോലെ ഓൺലൈൻ ലോൺസ് ഒക്കെ എടുത്തിട്ട് കുറേ നമ്മളിപ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും സാറേ? ഓൺലൈൻ ലോൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ HDFC എന്ന് പറഞ്ഞ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, SBI എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അങ്ങനത്തെ RBIയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന, RBIയുടെ എന്താ പറയുക കീഴിൽ പ്രവർത്തിക്കുന്ന റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളിൽ നിന്ന് മാത്രം ലോണുകൾ എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇത്. പിന്നെ ഈ ഓൺലൈൻ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഓഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ HDFC ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരു റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടാവും, അവിടെ ബാങ്കിൻ്റെ മാനേജർ ഉണ്ടാവും, അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് ടീമുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഏതെങ്കിലും ഒരു ഓൺലൈൻ എടുത്തിട്ട് നമുക്കിപ്പോൾ ഒരു അടവ് മുടങ്ങി, അപ്പം പല രീതിയിലുള്ള മെസ്സേജുകൾ വരുന്നു,
പല രീതിയിലുള്ള ടോർച്ചറുകൾ വരുന്നു എന്നൊക്കെ നമ്മൾ പേപ്പറിലും ന്യൂസിലൊക്കെ കാണാറുണ്ട്. വായിക്കാറുണ്ട്. അപ്പോൾ അതിനൊന്നും നമുക്കിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഒരു വിർച്വലാണ്. നമുക്കിപ്പോൾ ഓൺലൈനിൽ ഒരു ആപ്പ് കണ്ടു അല്ലെങ്കിൽ ലിങ്ക് കണ്ടു, അതിൽ കയറി ഇത്ര രൂപ ചോദിച്ചു, ഇത്ര രൂപ തന്നു, അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി, നമ്മളത് യൂസ് ചെയ്തു, അടച്ചു. ഓരോ മാസം അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലാണ് ഇത് മുഴുവൻ ഇതിൻ്റെ ഓരോ ട്രിഗേഴ്സ് വരാൻ തുടങ്ങുക. ഇത് പല രീതിയിലുള്ള ടോർച്ചറായി. അപ്പോൾ അങ്ങനത്തെയൊക്കെ മെൻ്റൽ സ്ട്രെസ് എടുക്കുന്നതിന് പകരം ആദ്യം ബാങ്കുകളുമായിട്ട് സംസാരിക്കുക. ബാങ്കുകളുമായിട്ട് സംസാരിച്ച് അമിക്കബിളായിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലോൺ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഇതിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. സാറേ, ഏറ്റവും ഇൻട്രസ്റ്റ് കുറഞ്ഞതായിട്ടുള്ള നമുക്ക് എടുക്കാൻ പറ്റിയ ലോണുകൾ അങ്ങനെ ഉണ്ടാവും? ഇൻട്രസ്റ്റ് കുറഞ്ഞ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പർപ്പസിനുള്ള ലോൺ അനുസരിച്ചിട്ടായിരിക്കും അതിരിക്കും. അപ്പം ഏറ്റവും കുറവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ലോണിനായിരിക്കും. പിന്നെ ഹോം ലോൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർപ്പസ് ഓറിയൻറ്റഡ് ആണ്. നമുക്കൊരു വീട്, ഫുഡ്, ഒരു ബേസിക് നീഡ്സിൻ്റെ ഭാഗമാണ്. അപ്പം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല. ഒരു മനുഷ്യന് ഒരു ജീവിതത്തിൽ നമുക്കൊരു വീട് വെക്കണം, അതിന് വേണ്ടിയിട്ടൊരു ഹോം ലോൺ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പം അതിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സ് എല്ലാ ബാങ്കിൻ്റെ ഓൾമോസ്റ്റ് കോമ്പറ്റീറ്റീവ് റേറ്റ്സ് തന്നെയാണ്. പിന്നെ പേഴ്സണൽ ലോൺ എന്ന് പറയുമ്പോൾ കൊളാട്രൽ ഫ്രീ ആണല്ലോ, നമ്മൾ ബാങ്ക് കൊളാട്രൽ ഒന്നും വാങ്ങിക്കുന്നില്ല. കമ്പയർഡ് ടു ഹോം ലോൺ പറയുമ്പോൾ അത് കുറച്ച് റിസ്ക് കൂടുതലുള്ള ലോണാണ് ബാങ്കിന്. അപ്പോൾ അതിന് കുറച്ച് കമ്പയർഡ് ടു ദിസ് കുറച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഈ പറയുന്ന പോലെ ഓൺലൈൻ അതുപോലത്തെ അല്ല, എല്ലാം ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ്, പ്രോസസ്സിംഗ് ഫീസ്, അതിന് എന്തൊക്കെ ചാർജസ് വരുന്നു, അഡീഷണൽ ആയിട്ട് ചാർജസ്, പ്രീ ക്ലോഷർ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഫുൾ ക്ലോഷർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം അതിൻ്റെ അത് ഒരു ഇഫ് ആൻഡ് ബട്ടും ഇല്ലാണ്ട് ഒരു പേപ്പറിൽ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അത് നമുക്ക് ട്രാൻസ്പെറൻസി ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു കൺസേൺസ് ഒന്നുമില്ല. ഇപ്പോൾ കസ്റ്റമറിനെ ലോൺ എടുത്തു, മാഡം ഇപ്പോൾ ഒരു ലോൺ എടുത്തു, അതിപ്പം തിരിച്ചടയ്ക്കണം, ഒരു 6 മാസം കഴിഞ്ഞ് തിരിച്ചടയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എനിക്ക് എത്രയാണ് തിരിച്ചടയ്ക്കണം. ഒരു പുതിയതായിട്ട് ഒരു ചെറുകിട സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ബാങ്കിൽ നിന്ന് ലഭ്യമാകുന്ന പ്രധാന വായ്പകൾ എന്തൊക്കെയാണ്? ചെറുകിട സംരംഭകർക്കായിട്ട് നമുക്ക് പല പല ലോണുകളുണ്ട്. പ്രധാനമായിട്ടുള്ളത് ബിസിനസ് ലോണുണ്ട്. ബിസിനസ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ് പോലെ നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ഉണ്ട്, ആ രീതിയിലും കൊടുക്കും. പിന്നെ മുദ്ര, ഗവൺമെന്റ് സ്കീം, ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ മുദ്ര ലോൺ, ഇങ്ങനത്തെ ലോൺ. മുദ്ര ലോണിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. മുദ്ര ലോൺ എന്ന് പറയുന്നത് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കീമിൽ 2015 മുതൽ തുടങ്ങിയ ഒരു സ്കീമാണ്. അപ്പോൾ അത് മാക്സിമം ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് ലൈക്ക് അപ് ടു 10 lakhs ആണ്. നമ്മൾ നോൺ ഫാമിംഗ് ആയിട്ടുള്ള എല്ലാ സെഗ്മെൻറ്റിലും അത് കൊടുക്കും മുദ്ര ലോൺ. അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, പിന്നെ പ്രൂഫ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ലോൺ ആപ്ലിക്കേഷൻ ഫോം, പിന്നെ ഓണർഷിപ്പ് പ്രൂഫ് ഓഫ് റെസിഡൻസ് അല്ലെങ്കിൽ ഓഫീസ്, പിന്നെ കണ്ടിന്യൂറ്റി ഓഫ് ബിസിനസ്സിൻ്റെ എന്തെങ്കിലും ഒരു പ്രൂഫും, പിന്നെ ട്രേഡ് റെഫറൻസ്. ഇത്രയാണ് മുദ്ര ലോണിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. മാക്സിമം അപ് ടു 10 lakhs കൊടുക്കും. 3 സ്കീമായിട്ട് അത് കൊടുക്കുന്നത്. ശിശു, കിഷോർ, തരുൺ എന്ന് പറയുന്നത്. ശിശു എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് പോലത്തെ ഇതിന് വേണ്ടിയിട്ടാണ്. ലൈക്ക് അതിന് മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 50,000 ആണ്. പിന്നെ ലോൺ ബിറ്റ്വീൻ 50,000 to 5 lakhs എന്ന് പറഞ്ഞാൽ കിഷോർ എന്ന് പറഞ്ഞൊരു പ്ലാൻ സ്കീമിലാണ് വരുന്നത്. നമ്മൾ ഡോക്യുമെൻറ്റേഷൻ, അതിൻ്റെ ടൈപ്പ് ഓഫ് ബിസിനസ്, അതൊക്കെ വെച്ചിട്ടാണ് ആ ഒരു കാറ്റഗറൈസേഷൻ വരുന്നത്. പിന്നെ തരുൺ എന്ന് പറഞ്ഞാൽ ലോൺസ് ബിറ്റ്വീൻ 5 lakhs to 10 lakhs. 10 lakhs ആണ് മുദ്രയുടെ മാക്സിമം ലോൺ എമൗണ്ട് വരുന്നത്. അപ്പോൾ ഈ 3 കാറ്റഗറിയിലാണ് ലോൺ ചെയ്യുന്നത്. നോൺ ഫാമിംഗ് ആയിട്ടുള്ള എല്ലാ സെഗ്മെൻറ്റിലും ഓൾമോസ്റ്റ് മുദ്ര നമുക്ക് ചെയ്യാവുന്ന ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കൊളാട്രൽ അല്ലെങ്കിൽ ഈട്, അതിനെക്കുറിച്ച് പറഞ്ഞല്ലേ. അപ്പോൾ ഈ സംരംഭകർക്ക് ഈടില്ലാതെ വായ്പ കൊടുക്കുന്ന എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞ പോലെ ബിസിനസ് ലോൺ കൊളാട്രൽ ഫ്രീ ആണ്. നമുക്ക് ഒരു കൊളാട്രലിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഈ മുദ്ര സ്കീം കൊലാട്രൽ ഫ്രീ ആണ്. അതുപോലെ നമുക്ക് CGTMSE എന്ന് പറഞ്ഞ ഗവൺമെൻറ് സബ്സിഡിയുള്ള സ്കീമുണ്ട്. അതിനെല്ലാം നമ്മൾ കൊലാട്രൽ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരു ബാങ്ക് മാനേജർ എന്ന നിലയിൽ സാമ്പത്തിക സാക്ഷരത സമൂഹത്തിന് എത്രത്തോളം പ്രാധാന്യമാണ്? അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കും. നമ്മുടെ ഇപ്പം ലൈഫ് സ്കിൽസ് എന്നൊക്കെ പറയില്ലേ, നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള സ്കിൽ, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാനുള്ളതും എല്ലാം സംസാരിക്കാനുള്ള ആ സ്കില്ല് പോലെ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സ്കില്ലാണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. അതിൽ ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. OTP ആരുമായിട്ട് ഷെയർ ചെയ്യാണ്ടിരിക്കുക, അതുപോലെ ഈ പറയുന്ന ആവശ്യമില്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക, അതുപോലെ നമ്മൾക്കായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ സാലറി, അപ്പം നമുക്ക് നമ്മുടെ നെസസിറ്റീസ്, നമ്മുടെ ഫാമിലിയിൽ എത്ര പേരുണ്ട്, നമുക്ക് എത്ര ഡിപ്പെൻഡൻസ് ഉണ്ട്, അപ്പം അതനുസരിച്ചിട്ട് ഒരു ബഡ്ജറ്റ് എല്ലാവരും തയ്യാറാക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് നമ്മളുടെ ഇപ്പോൾ സാലറി വന്നു,
ഇപ്പം ചില ആൾക്കാരുടെ സാലറി വന്നു 10 ദിവസം കഴിഞ്ഞാൽ സാലറി തീർന്നു എന്നൊക്കെ പറയാം. പക്ഷെ അതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പണ്ടത്തെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഡയറിക്കകത്ത് ഇങ്ങനെ എഴുതി വെക്കും. അതായത് ഇപ്പൊ അവര് പലചരക്ക് ഇത്ര രൂപ ഓരോ സാധനം എഴുതി അവർക്കൊരു കാൽക്കുലേഷൻ ഉണ്ട് ആ ഡയറിക്കകത്ത് എല്ലാം അവർക്കറിയാം. അപ്പൊ പണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പം അവർക്ക് ആ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. അപ്പൊ ആ ഒരു ഇത് ഇപ്പം ആൾക്കാരുടെ എല്ലാം നോട്ട് പാഡും എന്താ പറയാ പുതിയ നൂതനമായിട്ടുള്ള മൊബൈലുണ്ട്. അപ്പൊ അവർക്ക് മൊബൈലിൽ വേണമെങ്കിൽ നോട്ട്സിന്റെ അകത്ത് ഈ സാധനം കുറിച്ചിടാം. എഴുതി വെക്കുന്നതാണ് എന്നെ ഞാൻ പറയുകയാണെങ്കിൽ എഴുതി വെക്കുന്ന ഒരു ശീലം ഉണ്ടാകുന്ന ഒരു ഡയറിയിൽ അവനവന്റെ ഡയറിയിൽ ഒരു പേജ് എല്ലാ മാസവും ഫസ്റ്റ് പേജ് ഈ ഒരു ബഡ്ജറ്റിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. നമ്മളുടെ പൈസ ആവശ്യമില്ലാണ്ട് എവിടെയാണ് പോകുന്നതെന്ന് മനസ്സിലാവും. അപ്പം നമുക്ക് എന്താ പറയുക കുറേ കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ളൊരു സാധനമാണെങ്കിൽ അത് കട്ട് ഷോട്ട് ചെയ്യാനുള്ള ഒരു സ്പാർക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇപ്പം നമ്മൾ ബാങ്കിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും സാറ് നല്ല ഡീറ്റെയിൽഡ് തന്നെ പറഞ്ഞു. ഈ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഈ ഒരു ബാങ്കിങ് മേഖലയിൽ എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? സന്ദേശം എന്ന രീതിയിൽ ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കും കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി പോലെ ആയിരിക്കണം. അപ്പം ബാങ്കിനെ കൊണ്ട് കസ്റ്റമർക്കും പ്രയോജനമുണ്ട്, കസ്റ്റമറിനെ കൊണ്ട് ബാങ്കിനും പ്രയോജനമുണ്ട്. അപ്പം ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു വിൻ വിൻ സിറ്റുവേഷനിൽ പോവുക. അപ്പം ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സേവനങ്ങൾ ബാങ്കിൽ നിന്ന് എടുക്കുക, ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ഇപ്പം ലോൺ ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്ത് തലയിലൊരു ബാധ്യത പോലെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അതിപ്പം ആ ലോൺ ഇല്ലാണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് 2-3 പ്രാവശ്യം ആലോചിക്കുക. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആവശ്യത്തിന് മാത്രം എടുക്കുക. അത് തിരിച്ചടവ് നോക്കുക, എത്ര നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ബാങ്കുകളിൽ നിന്ന് മാത്രം എടുക്കുക. ഓൺലൈൻ അങ്ങനത്തെ എന്താ പറയുക ജെന്യൂൻ ആയിട്ടുള്ള RBIയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ നിന്ന് മാത്രം എടുക്കുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാ കവരത്തി ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ഒരുപാട് തിരക്കുകൾ നീക്കി വെച്ച് ഞങ്ങളുടെ ഈ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിൽ വളരെ നന്ദിയുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു മാഡം. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കവരത്തി HDFC ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജറായ ആലപ്പുഴ സ്വദേശി മഹേഷ് ജി പണിക്കർ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട.